നമസ്കാരം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ധീരതയും ത്യാഗവും കാരുണ്യവും ഒരുപോലെ ജ്വലിക്കുന്ന ചില പേരുകളുണ്ട്. അവയിൽ ഏറ്റവും ഉജ്ജ്വലമായ പേരാണ് നീർജ ഭാനോട്ട്. വെറും 22 വയസ്സിൽ സ്വന്തം ജീവൻ പണയം വെച്ച് നൂറുകണക്കിന് അജ്ഞാതരെ രക്ഷിച്ച ഒരു യുവതി. ശബ്ദമില്ലാത്ത പക്ഷേ അമരമായ വീരത്വത്തിന്റെ പ്രതീകം. സാർത്ഥകമായ ആ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പോയി വരാം. അന്ന് 1986 സെപ്റ്റംബർ 5 അമേരിക്കൻ വിമാനമായ പാൻ ആം ഫ്ലൈറ്റ് 73 കറാച്ചിയിൽ ഇന്ധനം നിറയ്ക്കാനായി ഇറങ്ങുന്നു. എല്ലാം പതിവ് പോലെ. യാത്രക്കാർ വിശ്രമത്തിലാണ്, കുട്ടികൾ ഉറങ്ങുന്നു. എന്നാൽ നിമിഷങ്ങൾക്കകം 4 ആയുധധാരികൾ വിമാനം പിടിച്ചെടുക്കുന്നു. ഭയം, ആശങ്ക, നിലവിളികൾ എല്ലാം ഒന്നിച്ച്. അന്നാണ് തന്റെ 23ാം പിറന്നാളിന് വെറും 2 ദിവസം മുമ്പ് സീനിയർ ഫ്ലൈറ്റ് അറ്റൻഡന്റ് നീർജ ഭാനോട്ട് ചരിത്രത്തിലേക്ക് കടക്കുന്നത്. ആ മഹത്തരമായ ജീവിതഗാഥ നമുക്ക് പൂർണ്ണമായി ഒന്ന് നോക്കിക്കാണാം. നീർജ ഭാനോട്ട് 1963 സെപ്റ്റംബർ 7 ഇന്ത്യയിലെ ചണ്ഡീഗഡിൽ പഞ്ചാബി ഹിന്ദു ബ്രാഹ്മണരായ ഭാനോട്ട് കുടുംബത്തിൽ ജനിച്ചു. ബോംബെയിൽ പ്രവർത്തിച്ചിരുന്ന പത്രപ്രവർത്തകനായ ഹരീഷ് ഭാനോട്ടും രമ ഭാനോട്ടുമാണ് മാതാപിതാക്കൾ. അഖിൽ, അനീഷ് എന്നീ 2 സഹോദരങ്ങൾ അവൾക്കുണ്ടായിരുന്നു. ചണ്ഡീഗഡിലെ സേക്രഡ് ഹാർട്ട് സീനിയർ സെക്കൻഡറി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടി. കുടുംബം ബോംബെയിലേക്ക് മാറിയ ശേഷം ബോംബെ സ്കോട്ടിഷ് സ്കൂളിൽ പഠനം തുടർന്ന് സെന്റ് സേവിയേഴ്സ് കോളേജ് ബോംബെയിൽ നിന്ന് ബിരുദം നേടി. ബോംബെയിലായിരുന്നപ്പോഴാണ് ഒരു മോഡലിംഗ് അസൈൻമെന്റിനായി അവൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് അവളുടെ മോഡലിംഗ് ജീവിതത്തിന്റെ തുടക്കമായി. അവൾ ചില പ്രശസ്ത പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. നടൻ രാജേഷ് ഖന്നയുടെ വലിയ ആരാധികയായിരുന്നു നീർജ. അദ്ദേഹത്തിന്റെ സിനിമകളിലെ സംഭാഷണങ്ങൾ അവൾ ജീവിതം മുഴുവൻ ഉദ്ധരിക്കാറുണ്ടായിരുന്നു. 1985 ഖത്തറിലെ ബിസിനസ്സുകാരനായ നരേഷ് മിശ്രയുമായി നീർജയുടെ വിവാഹം നടന്നു. കുടുംബം ആലോചിച്ചുറപ്പിച്ച ആ വിവാഹം പക്ഷേ വളരെ ചുരുങ്ങിയ കാലത്തെ നിലനിന്നുള്ളൂ. ഭർത്താവിന്റെ സാമ്പത്തിക ആവശ്യങ്ങളും പീഡനപരമായ പെരുമാറ്റവും കാരണം വിവാഹം ഉടൻ അവസാനിപ്പിക്കപ്പെട്ടു. 1985 ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സർവീസുകൾക്കായി മുഴുവൻ ഇന്ത്യൻ ക്യാബിൻ ക്രൂ നിയോഗിക്കാനുള്ള പാൻ ആമിന്റെ തീരുമാനത്തെ തുടർന്ന് നീർജ ഫ്ലൈറ്റ് അറ്റൻഡന്റിന്റെ ജോലി അപേക്ഷിച്ചു. സ്വന്തമായി ഒരു മികച്ച ജീവിതം സൃഷ്ടിക്കാനുള്ള ദൃഢനിശ്ചയത്തോടെയാണ് അവൾ ആ വഴി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഫ്ലോറിഡയിലെ മയാമിയിൽ പരിശീലനം നേടി. തുടർന്ന് പേഴ്സറായി തിരിച്ചെത്തി. പിന്നീട് സുഹൃത്തായ ജയദീപ് എന്ന യുവാവുമായി നീർജ പ്രണയത്തിലായി എന്നും ഇരുവരും ആഴത്തിലുള്ള സ്നേഹബന്ധത്തിലായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. നമുക്ക് തിരിച്ചു വരാം നീർജ ഭാനോട്ടിനെ ഭാരതത്തിന്റെ വീരനായികയാക്കി മാറ്റിയ ആ സംഭവത്തിലേക്ക്. ദിവസം 1986 സെപ്റ്റംബർ 5 ബോംബെയിൽ നിന്ന് കറാച്ചിയും ഫ്രാങ്ക്ഫർട്ടും വഴി ന്യൂയോർക്കിലേക്കുള്ള ബോയിങ് 747-121 വിമാനമായ പാൻ ആം ഫ്ലൈറ്റ് 73ൽ നീർജ സീനിയർ ഫ്ലൈറ്റ് പേഴ്സറായിരുന്നു. വിമാനത്തിൽ 380 യാത്രക്കാരും 13 ജീവനക്കാരും ഉണ്ടായിരുന്നു. പാകിസ്ഥാനിലെ കറാച്ചിയിലെ ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇടവേളയെടുത്തിരുന്ന ആ ഫ്ലൈറ്റ് 4 ഭീകരർ പിടിച്ചടക്കി. ഭീകരർ ലിബിയയുടെ പിന്തുണയുള്ള പലസ്തീൻ ഭീകര സംഘടനയായ അബു നിദാൽ സംഘടനയിലെ അംഗങ്ങളായിരുന്നു. സൈപ്രസിലേക്ക് പറന്ന് അവിടെ തടവിലായിരുന്ന പാകിസ്ഥാനി തടവുകാരെ മോചിപ്പിക്കാനായിരുന്നു ഭീകരരുടെ ലക്ഷ്യം. ഭീതിയും അരാജകത്വവും നിറഞ്ഞ ആ നിമിഷങ്ങളിൽ പോലും നീർജ ശാന്തതയും ധീരയുമായി നിലകൊണ്ടു. ഭീകരർ വിമാനത്തിൽ കയറുന്നത് കണ്ടതോടെ അവൾ ഉടനെ കോക്പിറ്റ് ക്രൂവിനെ വിവരമറിയിച്ചു. വിമാനം ആപ്രണിൽ നിർത്തിയിരുന്നതിനാൽ പൈലറ്റ്, കോ പൈലറ്റ്, ഫ്ലൈറ്റ് എഞ്ചിനീയർ എന്നിവർ കോക്പിറ്റിലെ മേൽവാതിലിലൂടെ രക്ഷപ്പെട്ടു. അതോടെ വിമാനം പിടിച്ചടക്കി സൈപ്രസിലേക്ക് പറക്കുന്നതിനുള്ള ഭീകരന്മാരുടെ ശ്രമം പൊളിഞ്ഞു. ഏറ്റവും മുതിർന്ന ക്യാബിൻ ക്രൂ അംഗമായ നീർജ വിമാനത്തിനുള്ളിലെ സാഹചര്യം മനസ്സിലാക്കി ശാന്തമായി എല്ലാം സ്വന്തം നിയന്ത്രണത്തിൽ ഏറ്റെടുത്തു. അവളുടെ ധൈര്യം അതുല്യമായിരുന്നു. അമേരിക്കൻ യാത്രക്കാരെ ബന്ദികളാക്കാനായിരുന്നു ഭീകരരുടെ ലക്ഷ്യം. അവർ വിമാനത്താവളത്തിലെ അമേരിക്കക്കാരെയും അമേരിക്കൻ ആസ്തികളെയും ലക്ഷ്യമിട്ടു. ഹൈജാക്കിങ്ങിന്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ ഒരു ഇന്ത്യൻ അമേരിക്കൻ പൗരനെ അവർ കണ്ടെത്തി. വാതിലിലേക്ക് വലിച്ചിഴച്ച് വെടിവെച്ച് കൊലപ്പെടുത്തി ശരീരം പുറത്തേക്കെറിഞ്ഞു. തുടർന്ന് മറ്റ് അമേരിക്കൻ യാത്രക്കാരെ തിരിച്ചറിയാൻ എല്ലാ യാത്രക്കാരുടെയും പാസ്പോർട്ടുകൾ ശേഖരിക്കാൻ നീർജയോട് ആവശ്യപ്പെട്ടു. നീർജയും അവളുടെ സംഘവും ശേഷിച്ച 43 അമേരിക്കൻ യാത്രക്കാരുടെ പാസ്പോർട്ടുകൾ ചിലത് സീറ്റുകളുടെ അടിയിലും ചിലത് മാലിന്യച്യൂട്ടിലുമായി ഒളിപ്പിച്ചു. അതുവഴി അമേരിക്കക്കാരെയും മറ്റുള്ളവരെയും വേർതിരിക്കാൻ ഭീകരർക്ക് സാധിക്കാതെയായി. അടുത്ത 17 മണിക്കൂർ നീർജ കൊടുങ്കാറ്റിനിടയിലെ ശാന്തതയായി മാറി. അവൾ യാത്രക്കാരെ ആശ്വസിപ്പിച്ചു. കരയുന്ന കുട്ടികളെ ചേർത്ത് പിടിച്ചു. ഭീതിയിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകി. തോക്കുകൾക്കും നിരപരാധികൾക്കും ഇടയിൽ അവൾ മനുഷ്യ കവചമായി. ആക്രമികൾക്ക് മുന്നിൽ ഉറച്ചു നിന്നു. സ്വന്തം സുരക്ഷയെക്കുറിച്ച് അവൾ ഒരിക്കലും ചിന്തിച്ചില്ല. രാത്രിയായപ്പോൾ ജനറേറ്റർ ഓഫായതോടെ വിമാനം വൈദ്യുതിയില്ലാതെ ഇരുട്ടിലായി. പരിഭ്രാന്തരായ ആക്രമികൾ ഇരുട്ടിൽ വെടിയുതിർക്കാൻ തുടങ്ങി. നീർജ ഒരു എമർജൻസി എക്സിറ്റിന് അടുത്തായിരുന്നു നിന്നിരുന്നത്. അവൾക്ക് ആ വാതിലിലൂടെ ആദ്യം തന്നെ ചാടി രക്ഷപ്പെടാമായിരുന്നുവെങ്കിലും
അവൾ അത് ചെയ്തില്ല. യാത്രക്കാരെ പുറത്തുവിടാൻ അവൾ ആ വാതിൽ തുറന്നു വെച്ചു. ഭീകരർ കാണാതെ യാത്രക്കാരെ അവൾ പുറത്തേക്ക് നയിച്ചു. അങ്ങനെ രക്ഷപ്പെട്ട ഒരു യാത്രക്കാരൻ പിന്നീട് ഇങ്ങനെ മൊഴി നൽകി: അവൾ യാത്രക്കാരെ എമർജൻസി എക്സിറ്റിലേക്ക് നയിക്കുകയായിരുന്നു. കമാൻഡോ ആക്രമണം ഉണ്ടാകുമെന്ന ഭയത്തിൽ ഇരുട്ടിൽ ഭീകരർ നിരന്തരം വെടിവെച്ചുകൊണ്ടിരുന്നു. അവൾ അത് വകവയ്ക്കാതെ വാതിലിനരികിൽ നിന്ന് യാത്രക്കാരെ പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് 3 കൊച്ചുകുട്ടികൾ ഭയം മൂലം ഇരുന്ന സീറ്റിൽ നിന്നും എഴുന്നേൽക്കാനാവാതെ മരവിച്ചിരിക്കുന്നത് അവൾ കണ്ടത്. പിന്നീട് ഒന്നും ആലോചിക്കാതെ അവൾ മുന്നോട്ട് പോയി ആ കുട്ടികളെ ചേർത്ത് പിടിച്ച് വാതിൽക്കലേക്ക് നടന്നു. അപ്പോഴാണ് ഭീകരർ അവളെ കണ്ടത്. അവൾക്ക് നേരെ തോക്ക് ചൂണ്ടിയപ്പോൾ കുട്ടികളെ പുറകിൽ നിർത്തി ഒരു മറ പോലെ അവൾ നിന്നു. കോപിഷ്ഠരായ അക്രമികൾ ഓടിയെത്തി അവളുടെ മുടിയിൽ പിടിച്ച് വലിച്ച് പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് വെടിവെച്ചു. അവൾ വീരമൃത്യു വരിച്ചു. പക്ഷേ മരണത്തിലും അവൾ വിജയിച്ചിരുന്നു. അധിക സമയം കഴിയും മുമ്പ് അവൾ തുറന്ന വാതിലിലൂടെ പാകിസ്ഥാന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് കമാൻഡോകൾ വിമാനത്തിൽ കടന്നുകയറി. വിമാനം കൈവശപ്പെടുത്തി. എല്ലാ ഭീകരരെയും പിടികൂടി. ആ ഹൈജാക്ക് നാടകം അവിടെ അവസാനിച്ചു. ആ രാത്രിയിൽ നീർജ ഭാനോട്ട് ജീവനോടെ വീട്ടിലേക്ക് മടങ്ങിയില്ല. പക്ഷേ അവൾ കാരണം 359 പേർ ജീവിതത്തിലേക്ക് മടങ്ങി. അന്ന് അവൾ രക്ഷിച്ച ആ 3 കുട്ടികളിൽ ഒരാളായ 7 വയസ്സായിരുന്ന ഒരു കുട്ടി പിന്നീട് വളർന്ന് ഒരു പ്രമുഖ എയർലൈന്റെ ക്യാപ്റ്റനായി. തന്റെ ജീവിതത്തിലെ ഓരോ ദിവസവും നീർജയ്ക്കുള്ള കടപ്പാടാണെന്നും അവളാണ് തന്റെ പ്രചോദനമെന്നും അദ്ദേഹം എന്നും പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ നീർജ ഭാനോട്ട് ഹൈജാക്കിങ്ങിന്റെ ധീര നായികയായി അംഗീകരിക്കപ്പെട്ടു. അവളുടെ അസാധാരണ ധൈര്യത്തിന് ഇന്ത്യയുടെ പരമോന്നത സമാധാനകാല വീരത്വ ബഹുമതിയായ അശോക ചക്ര മരണാനന്തരമായി നൽകി. അന്ന് വരെ ആ അവാർഡ് ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞതും ആദ്യ വനിതാ ജേതാവുമായിരുന്നു നീർജ. 2004 ഇന്ത്യൻ തപാൽ വകുപ്പ് അവളെ അനുസ്മരിച്ച് ഒരു സ്റ്റാമ്പും പുറത്തിറക്കി. പാകിസ്ഥാന്റെ മാനുഷികതയുടെ പ്രതീകമായ തമുഗ-ഇ ഇൻസാനിയത്ത് പുരസ്കാരം, US അറ്റോർണി ഓഫീസ് നൽകിയ ജസ്റ്റിസ് ഫോർ ക്രൈംസ് അവാർഡ്, US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്പെഷ്യൽ കറേജ് അവാർഡ് അടക്കമുള്ള അന്താരാഷ്ട്ര ബഹുമതികളും നീർജയ്ക്ക് മരണാനന്തരം ലഭിച്ചു. മരണത്തിന് ശേഷം ഇൻഷുറൻസ് തുക ഉപയോഗിച്ച് നീർജയുടെ കുടുംബം നീർജ ഭാനോട്ട് ട്രസ്റ്റ് സ്ഥാപിച്ചു. ഈ ട്രസ്റ്റ് ഓരോ വർഷവും 2 അവാർഡുകൾ നൽകുന്നു. ഒന്ന് കടമയ്ക്ക് അതീതമായി പ്രവർത്തിച്ച ലോകമെമ്പാടുമുള്ള ഫ്ലൈറ്റ് ക്രൂ അംഗങ്ങൾക്ക്, രണ്ടാമത്തേത് സാമൂഹിക അനീതിക്കെതിരെ ധൈര്യത്തോടെ നിലകൊണ്ട മറ്റ് സ്ത്രീകളെ സഹായിച്ച ഇന്ത്യൻ വനിതകൾക്കായുള്ള നീർജ ഭാനോട്ട് അവാർഡ്. ഈ അവാർഡിൽ 1,50,000 രൂപ, ഒരു ട്രോഫി, പ്രശസ്തി പത്രം എന്നിവ ഉൾപ്പെടുന്നു. 2016 പുറത്തിറങ്ങിയ നീർജ എന്ന ഹിന്ദി സിനിമ അവളുടെ ജീവിതകഥയെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ചു. ഹിറ്റായി മാറിയ ആ സിനിമയിൽ നീർജയെ അഭിനയിച്ചത് സോനം കപൂർ ആണ്. അവർ അതിന് ദേശീയ അവാർഡിനും അർഹയായി. ആ സിനിമ നീർജയുടെ ത്യാഗവും ശക്തിയും ലോകത്തെ ഓർമ്മിപ്പിച്ചു. ഇന്ന് ലോകമെമ്പാടുമുള്ള വിമാന സുരക്ഷാ പരിശീലനങ്ങളിൽ അവളുടെ കഥ പഠിപ്പിക്കപ്പെടുന്നു. നീർജയുടെ അച്ഛൻ ഹരീഷ് ഭാനോട്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രത്തിൽ 30 വർഷത്തിലധികം പത്രപ്രവർത്തകനായി സേവനമനുഷ്ഠിച്ചു. 2008 ജനുവരി 1 86 വയസ്സിൽ ചണ്ഡീഗഡിൽ അന്തരിച്ചു. അമ്മ 2015 ഡിസംബർ 5 86 വയസ്സിൽ മരണപ്പെട്ടു. അവാർഡുകളെയും അനുസ്മരണങ്ങളെയും കടന്ന് നീർജയുടെ ജീവിതം നമ്മോട് പറയുന്നത് ചില സത്യങ്ങളാണ്. ധീരത കാണിക്കാൻ ആയുധമെടുത്ത് പോരാടുകയോ സൂപ്പർ ഹീറോ ആകുകയോ വേണ്ടതില്ല. സ്വന്തം ജീവനേക്കാൾ മറ്റുള്ളവരുടെ ജീവന് നിങ്ങൾ വില കൽപ്പിക്കുമ്പോൾ ചരിത്രത്തിൽ നിങ്ങൾ അമരന്മാരായി മാറും. വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.